ഹലോ മിച്ചന്മാരെ, ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ടെക്സ്റ്റുകൾ എങ്ങനെ ഒരു 3D ഷേപ്പിലേക്ക് സെറ്റ് ചെയ്യാമെന്നാണ്. ബ്രോഷറൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് വളരെ ഉപകാരപ്പെടുന്നതാണ് ഇങ്ങനെ ഒരു സംഭവം. ഇങ്ങനെ എങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇത് വളരെ ചെറിയൊരു ട്യൂട്ടോറിയൽ ആയിരിക്കും, ചെറിയൊരു വീഡിയോ ആയിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തുകൊണ്ട് ഇഷ്ടപ്പെടുന്നെന്നും എന്തുകൊണ്ട് ഇഷ്ടപ്പെടുന്നില്ല എന്നും കമന്റ് ചെയ്യുക. ഇനി എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അതും കമന്റ് ചെയ്യുക. എല്ലാം മാറ്റി നമുക്ക് മുന്നോട്ട് പോകാവുന്നതാണ്. അപ്പോൾ പുതിയൊരു ഡോക്യുമെന്റ് എടുക്കുക. എപ്പോഴത്തേയും പോലെ തന്നെ പുതിയൊരു ഡോക്യുമെന്റ് എടുക്കുക. നമ്മൾ ഇനി ഒരു കറക്റ്റ് സ്ക്വയർ വരയ്ക്കാൻ പോവാണ്. കറക്റ്റ് സ്ക്വയർ വരയ്ക്കുകയാണ്. വാല്യൂ കൊടുക്കണമെങ്കിൽ വാല്യൂ ആയിട്ട് കൊടുക്കാം, അല്ലാതെ ഇങ്ങനെ സ്ക്വയർ വരയ്ക്കണമെങ്കിൽ ഇങ്ങനെയും കൊടുക്കാം. കറക്റ്റ് സ്ക്വയർ വരയ്ക്കുകയാണ്. ഒന്ന് അലൈൻ സെന്റർ ആയി കൊടുക്കുക. ഇനി ഇതാന്ന് വെച്ചാൽ കളർ കൊടുക്കുക. ഏത് കളറാണോ കൊടുക്കേണ്ടത് കളർ കൊടുക്കുക. ഇനി നമുക്ക് ഇതിന്റെ കോപ്പി എടുക്കണം. നമ്മൾ ഈ സ്ക്വയറിന് കോപ്പി എടുക്കാൻ പോവാണ്. ആൾട്ട് പിടിച്ച് ഡ്രാഗ് ചെയ്യുക, അതിന് കോപ്പി എടുക്കാം. കുറച്ച് ഇപ്പുറത്തോട്ട് മാറ്റി വെച്ചേക്കുക. ഇനി നമുക്ക് ഇതിന്റെ ഔട്ട്ലൈൻ മതി. ഇതിന്റെ ഒപ്പാസിറ്റി 0 ആക്കുക. വ്യൂ പോവുക, ഔട്ട്ലൈൻ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഇതിനകത്ത് കൊടുക്കേണ്ട ടെക്സ്റ്റ് എടുക്കാൻ പോവാണ്. ടൈപ്പ് ടൂൾ എടുക്കുക. ഒരു അകത്ത് വരുന്ന രീതിയിൽ ഇങ്ങനെ ഒരു സ്ക്വയർ വരയ്ക്കുക. ഇതിനുള്ളിലായിരിക്കും നമ്മുടെ ടെക്സ്റ്റ് വരിക. ഇങ്ങനെ ഒരു ടെക്സ്റ്റ് വരും. ഇതിന്റെ ഫോണ്ടൊക്കെ വേണമെങ്കിൽ ചേഞ്ച് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടെക്സ്റ്റ് ഇത് കൊണ്ടുവരാവുന്നതാണ്. ഇവിടെ നമുക്ക് ഫോണ്ടിന്റെ വലിപ്പമൊക്കെ മാറ്റി കൊടുക്കാവുന്നതാണ്. ഇവിടെയാണ് ടെക്സ്റ്റിന്റെ സ്റ്റൈൽസ് ഒക്കെ ഇരിക്കുന്നത്. അത് ഇഷ്ടമുള്ള പോലെ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു ടെക്സ്റ്റ് ബോക്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ 3 കോപ്പികൾ നമുക്ക് വേണം. 3 സൈഡിലായിട്ടാണല്ലോ നമ്മൾ 3D ചെയ്യാൻ പോകുന്നത്. അപ്പം 3 സൈഡിലേക്കുള്ള കോപ്പികൾ വേണം. 3 കോപ്പി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മൾ 3 കോപ്പി എടുത്തിട്ടുണ്ട്. ഇനി കൺട്രോൾ E പിടിച്ച് നമുക്ക് ഇതിന്റെ ഔട്ട്ലൈൻ മോഡ് ഓഫ് ആക്കാവുന്നതാണ്. ഇതിനെ 3 സൈഡിലേക്ക് വെച്ചേക്കുക. നമുക്ക് ഈ 3 ടെക്സ്റ്റിനെയും ഇനി സിമ്പിൾസ് ആക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഓരോ സൈഡിലും പ്ലേസ് ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ സെലക്ട് ചെയ്യുക, വിൻഡോസിൽ പോവുക, സിമ്പിൾസ് എന്ന കാണുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ കുറെ സിമ്പിൾസ് വരും. നമുക്ക് ഈ സിമ്പിള് ഇതിലേക്ക് ഡ്രാഗ് ചെയ്തിട്ട് കൊടുക്കുക. ഒന്നെന്നോ അതിന് പേര് കൊടുക്കുക. ഇതെല്ലാം കറക്റ്റ് ആണോ നോക്കുക. ഓക്കെ കൊടുക്കുക. അതുപോലെ തന്നെ വീണ്ടും വലിച്ചിടുക. അങ്ങനെ നമ്മുടെ 3 ടെക്സ്റ്റ് ബോക്സുകളും നമ്മൾ അതിലേക്ക് വലിച്ചിടണം. എന്നിട്ട് ഇതിനെ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. ഇനി നമ്മൾ മെയിൻ സംഭവത്തിലേക്ക് പോവാണ്. 3D ആക്കാൻ പോവാണ്. 3D ആക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ബ്ലൂ സ്ക്വയർ സെലക്ട് ചെയ്യുക. എഫക്ട്സിൽ പോവുക. 3D എക്സ്ക്ലൂഡ് ആൻഡ് വിവൽ സംഭവം വരും. പ്രിവ്യൂ ഓപ്ഷൻ ടിക്ക് ഓൺ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിന്റെ ഡെപ്ത് കൂട്ടി കൊടുക്കാം. ഡെപ്ത് 500 കൊടുത്തു. ഇവിടെയൊക്കെയുള്ള വാല്യൂസ് നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ 51
51 കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തേതിൽ 36, 16. നമ്മുടെ പെർസ്പെക്റ്റീവ് 45 ഡിഗ്രിയിലുള്ള പെർസ്പെക്റ്റീവ് ആണ് കൊടുത്തിരിക്കുന്നത്. മാപ്പ് ആർട്ട് സെലക്ട് ചെയ്തു. മാപ്പ് ആർട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിതിൻ്റെ ഈ രണ്ടാമത്തെ ബോക്സിൽ ഓരോ സൈഡുകളാണ് നമ്മളെ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ എടുക്കുന്ന സൈഡിൻ്റെ ഇവിടെ തന്നെ നമ്മൾ റെഡ് ലൈനിൽ നമ്മൾ സെലക്ട് ചെയ്ത ലൈൻ ഇവിടെ കാണിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു സൈഡാണ് എടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മുടെ സിമ്പിൾസിൽ 1 2 3 എന്ന് പറഞ്ഞിരിക്കുന്നതാണ് നമ്മുടെ 3 ടെക്സ്റ്റ് ബോക്സുകൾ. നമുക്ക് വേണ്ട സിമ്പിൾ സെലക്ട് ചെയ്യുക. നമ്മളിത് ഇവിടെ വരുന്നതായിരിക്കും. ഇനി സ്കെയിൽ ടു ഫിറ്റ് ഓപ്ഷൻ കൊടുക്കുക. അത് കറക്റ്റ് അല്ലെങ്കിൽ റൊട്ടേറ്റ് ചെയ്ത് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ തന്നെ അടുത്ത സൈഡ് സെലക്ട് ചെയ്യുക. ഇനി ഇവിടെയുള്ള ഇൻവിസിബിൾ ജോമെട്രി എന്ന ഓപ്ഷൻ ഓൺ ആക്കുക. അപ്പോൾ നമ്മുടെ ആ ബോക്സ് അങ്ങ് പോയി കിട്ടും. ഇനി നമുക്കിതിൻ്റെ ആക്സസ് പിടിച്ച് നമുക്ക് വേണ്ട രീതിയിൽ ഇതിനെ ആക്കാവുന്നതാണ്. നമുക്ക് ഏത് രീതിയിലുള്ള ഇതാണോ വേണ്ടത് ആക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു 3D ഷേപ്പിൽ നമ്മുടെ ടെക്സ്റ്റുകൾ നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്. ഇത് ബ്രോഷർ ചെയ്യുമ്പോഴും പരസ്യങ്ങൾ ചെയ്യുമ്പോഴൊക്കെ വളരെ ഉപകാരപ്പെടുന്ന ഒരു ടിപ്പാണിത്. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വരും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.